ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 5th സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 പീലീസ് വില്ലേജിൻ്റെ കുറച്ച് സെൽഫ് പ്രിപ്പയർഡ് നോട്ട്സ് ആൻഡ് ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓരോ ക്യാരക്ടറിനെയും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് നീനുവിനെ കുറിച്ചാണ്. നീനുയുടെ വീട് ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി ആണ്. ഫാമിലി ഹാസ് എ യങ്ങർ ബ്രദർ. മൊബിലിറ്റി യൂസസ് എ വീൽ ചെയർ. മൊബിലിറ്റി എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മൊബിലിറ്റീൻ്റെ അർത്ഥം മൂവ്മെൻറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നീനു വീൽ ചെയർ യൂസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് കുട്ടിയായിരുന്നു അപ്പു. അപ്പൂസ് ഹോം ഇസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. അപ്പുയുടെ ഫാമിലി ലിവ്സ് വിത്ത് അമ്മ അല്ലെങ്കിൽ മദർ ഓൺലി. മദേഴ്സ് ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ ജോബാണ്. വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. ഒരു തുണി മിൽ തൊഴിലാളിയാണ് അപ്പൂടെ അമ്മ. നെക്സ്റ്റ് വൺ ഇസ് വിക്കി. നെയിം വിക്കി. ഹോം അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. ഫാമിലിയോ ഫാദർ ഇസ് എ ബിസിനസ് മാൻ. മദർ റൺസ് എ ടെക്സ്റ്റൈൽ ഷോപ്പ്. അച്ഛനൊരു ബിസിനസ് മാനാണ്, അമ്മ ഒരു തുണിക്കടയുടെ ഓണർ കൂടെയാണ്. ലാസ്റ്റ് വൺ ഇസ് ചമേലി. ചമേലീസ് ഒറിജിൻ എന്ന് വെച്ചാൽ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് ജനിച്ചത് വളർന്നത് എന്നൊക്കെ. നേറ്റീവ്സ് ഓഫ് ആസാമാണ്. നേറ്റീവ് എന്ന് വെച്ചാൽ സ്വന്തം നാട്. കറൻറ്റ് റെസിഡൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ താമസിക്കുന്നത് കേരള ഫോർ മെനി ഇയേഴ്സ് അല്ലേ. ഫാമിലി ലിവ്സ് വിത്ത് മാ ആൻഡ് പാപ്പ. അറൈവൽ ടു കേരള. മൂവ് ടു കേരള വെൻ ചമേലി വാസ് 5 years old. ചമേലിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ചമേലി കേരളത്തിലോട്ട് വന്നത്. ലൊക്കേഷൻ ആണെങ്കിലോ ലിവ്സ് ഇൻ എ ഡൈവേഴ്സ് ഏരിയ വിത്ത് പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരിടത്താണ് ചമേലി താമസിക്കുന്നത്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് നീനു മൂവ് അറൗണ്ട്? അതിൻ്റെ ആൻസർ എന്താ വരിക? നീനു മൂവ്സ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. നീനു ഒരു വീൽ ചെയർ ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് നീനൂസ് ഹോം ലൊക്കേഷൻ? നീനുയുടെ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നീനൂസ് ഹോം ഇസ് ലൊക്കേറ്റഡ് നിയർ ദ സിറ്റി ഇൻ ദ ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ്. നീനു എവിടെയാണ് താമസിക്കുന്നത്? ഒരു ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നീനുയുടെ പേരൻസ് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ലിവ്സ് വിത്ത് അപ്പു അറ്റ് ഹോം? അപ്പു ലിവ്സ് വിത്ത് ഹിസ് അമ്മ അല്ലെങ്കിൽ മദർ അറ്റ് ഹോം. വാട്ട് ഡസ് അപ്പൂസ് അമ്മ ഡു ഫോർ വർക്ക്? അപ്പൂടെ അമ്മ എന്താണ് ജോലിക്ക് ചെയ്യുന്നത്? അപ്പൂസ് അമ്മ വർക്ക്സ് ആസ് എ ലേബറർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് വിക്കീസ് ഫാമിലി ആൻഡ് ദെയർ ഒക്യുപ്പേഷൻസ്. വിക്കിയുടെ ഫാമിലിയും അവരുടെ ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ ജോബാണ്. അപ്പോൾ അത് എഴുതാനാണ് പറയുന്നത്. വിക്കീസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഹിസ് ഫാദർ ഹു ഇസ് എ ബിസിനസ് മാൻ ആൻഡ് ഹിസ് മദർ ഹു റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. ഓക്കെ, വേർ ഇസ് ചമേലി ഒറിജിനലി ഫ്രം? ചമേലി ശരിക്കും എവിടെ നിന്നാണ്? ചമേലി ആൻഡ് ഹർ ഫാമിലി ആർ ഒറിജിനലി ഫ്രം അസാം. വൈ ഡിഡ് ചമേലീസ് ഫാമിലി മൂവ് ടു കേരള? ചമേലീസ് ഫാമിലി മൂവ് ടു കേരള മെനി ഇയേഴ്സ് അഗോ വെൻ ചമേലി വാസ് 5 years old. ഓക്കെ, ഇത് വെൻ ഡിഡ് ചമേലീസ് ഫാമിലിയുടെ ആൻസർ ആയിട്ടാണ് വരിക. വൈ ആണെങ്കിൽ നമ്മൾ എഴുതുക ചമേലീസ് ഫാമിലി മൂവ് ടു കേരള ഫോർ വർക്ക് എന്നെഴുതാം. ഇത് പറ്റുമല്ലേ? ജോലിക്ക് വേണ്ടിയിട്ടാണ് ചമേലിയുടെ ഫാമിലി ആസാമിൽ നിന്ന് കേരളത്തോട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഏരിയ ഡസ് ചമേലി ലിവ് ഇൻ നൗ? ചമേലി ലിവ്സ് ഇൻ എൻ ഏരിയ ഇൻ കേരള വെയർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ലിവ് ടുഗെദർ. മറ്റ് സംസ്ഥാനത്തെ ആൾക്കാരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് ചമേലിയും ഫാമിലിയും ജീവിക്കുന്നത്. Can you identify similarities and differences in the homes and families of Neenu, Appu, Vicky and Chameli? അപ്പോൾ ഈ 4 കുട്ടികളുടെയും ഫാമിലീസ് തമ്മിൽ അല്ലെ വീടുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഒരേപോലെയുള്ള കാര്യങ്ങളും ഡിഫറൻസസും മാറ്റമുള്ള കാര്യങ്ങളും ഒക്കെ എഴുതാനാണ് പറയുന്നത്. സിമിലാരിറ്റി എന്താ ഒന്നെന്ന് പറഞ്ഞാൽ, all children have homes in or near the city. മിക്ക കുട്ടികളുടെയും വീട് ഒന്നുകിൽ സിറ്റിനകത്ത് അല്ലെങ്കിൽ സിറ്റിക്ക് അടുത്തായിട്ടാണ് ഇവരുടെ ഒക്കെ വീട് വരുന്നത്. ഡിഫറൻസസ് ആണെങ്കിൽ എന്തൊക്കെ എഴുതാം നമുക്ക്? നീനു യൂസസ് എ വീൽ ചെയർ. അപ്പു ലിവ്സ് ഇൻ എ സ്ലം. വിക്കീസ് ഫാമിലി ഈസ് മോർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ. സാമ്പത്തികമായിട്ടൊരു നല്ല നിലയിലുള്ള ഫാമിലിയാണ് വിക്കിയുടെ ഫാമിലി. കാരണം അച്ഛനൊരു ബിസിനസ് മാനാണ്, അമ്മ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഓണർ കൂടിയാണ്. വൈൽ ചമേലീസ് ഫാമിലി മൂവ് ഫ്രം ആസാം ടു കേരള. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ.
How do you think the experiences of these children might differ based on their homes and family backgrounds? അപ്പോൾ ഈ 4 കുട്ടികളും വേറെ വേറെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെ മാറാം ഈ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാരണം. The experiences of these children might differ based on their accessibility. Accessibility എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റുക. അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങളുടെ നാട്ടിലൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ആക്സസിബിലിറ്റി കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം, നിങ്ങൾക്ക് ആക്സസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ ഒരു 10 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്തണമെങ്കിൽ അവരുടെ ആക്സസിബിലിറ്റി കുറച്ച് കുറവാണ്. നെക്സ്റ്റ് എന്താ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ സാമൂഹികമായിട്ട് നിങ്ങൾക്കുള്ള സ്റ്റാറ്റസ്. എക്കണോമിക്കലി എന്ന് വെച്ചാൽ പൈസ സംബന്ധമായിട്ട് നിങ്ങൾ എവിടെയാണ്, ഏത് നിലയിലാണ്. ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, പിന്നെ കൾച്ചറലായിട്ടുള്ള നിങ്ങളുടെ ഓരോ ബിലീഫ്സും ഒക്കെ. ഫോർ എക്സാമ്പിൾ, നീനു മൈറ്റ് ഫേസ് ഫിസിക്കൽ ചാലഞ്ചസ് ഇൻ മൂവിങ്. നീനു എന്ന കുട്ടിക്ക് ഫിസിക്കലി കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ, മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. വൈൽ അപ്പു മൈറ്റ് എക്സ്പീരിയൻസ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ലിവിങ് ഇൻ എ സ്ലം. അപ്പുയുടെ കേസാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അപ്പു ഒരു സ്ലമ്മിലാണ്, ചേരിയിലാണ് ജീവിക്കുന്നത്. അപ്പുയുടെ അമ്മ ഒരു തുണി മിൽ തൊഴിലാളിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് അവരത്ര നല്ല നിലയിലല്ലായിരിക്കാം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അപ്പുയുടെ ഫാമിലിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. വിക്കി മൈറ്റ് ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂ ടു ഹിസ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. വിക്കിയുടെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ കൂടുതലാണ് അല്ലേ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അവൻ്റെ ഫാമിലി സാമ്പത്തികമായിട്ടൊരു നല്ല നിലയിലാണ്. വൈൽ ചമേലി മൈറ്റ് ഹാവ് ഫേസ്ഡ് ചാലഞ്ചസ് അഡ്ജസ്റ്റിംഗ് ടു എ ന്യൂ സ്റ്റേറ്റ് ആൻഡ് കൾച്ചർ. പക്ഷേ ചമേലിയുടെ കേസാണെങ്കിലോ, ചമേലി കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഒരു പുതിയ നാട്ടിലോട്ട് വന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും അല്ലേ. പുതിയ കൾച്ചറൊക്കെയാണ് കേരളത്തിൽ ആസാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്ത നോട്ട്സ് നോക്കുക. ഗസ്റ്റ് വർക്കേഴ്സ് ആർ മൈഗ്രേറ്റിംഗ് ടു കേരള ഫ്രം സ്റ്റേറ്റ്സ് ലൈക്ക് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായിട്ട് ഏതൊക്കെ സംസ്ഥാനത്തു നിന്നാണ് നമുക്കിവരെ കാണാൻ പറ്റുന്നത്? ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്. ഓക്കെ, മെനി ഓഫ് ദീസ് വർക്കേഴ്സ് കം വിത്ത് ദ ഫാമിലീസ്. കൂടുതൽ ആൾക്കാരും അവരുടെ കുടുംബത്തോടെയാണ് വരുന്നത്. ദ ചിൽഡ്രൻ ഓഫ് ദീസ് ഗസ്റ്റ് വർക്കേഴ്സ് ആർ അറ്റൻഡിങ് പബ്ലിക് സ്കൂൾസ് ഇൻ കേരള. ഇവരുടെ ഒക്കെ മക്കൾ കേരളത്തിലെ പബ്ലിക് സ്കൂൾസിലാണ് പോകുന്നത്. ചമേലി ഈസ് വൺ സച്ച് ചൈൽഡ് ഹു ഇസ് സ്റ്റഡിങ് ഇൻ കേരള. ചമേലി അങ്ങനെ ഒരു കുട്ടിയാണ്. ചമേലി അഡ്രസ്സസ് ഹർ പേരൻസ് ആസ് മാ ആൻഡ് പാപ്പ. അമ്മയെ മാ എന്നും അച്ഛനെ പാപ്പ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാലോ. വിച്ച് സ്റ്റേറ്റ്സ് ഡു ഗസ്റ്റ് വർക്കേഴ്സ് മോസ്റ്റ്ലി കം ഫ്രം ടു കേരള. ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിന്നാണ് കൂടുതലായിട്ടും അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലോട്ട് വരുന്നത്? ഏതൊക്കെയാണ്? ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. ആർ ദ ഗസ്റ്റ് വർക്കേഴ്സ് മൈഗ്രേറ്റിംഗ് അലോൺ ഓർ വിത്ത് ദ ഫാമിലീസ്. അപ്പോൾ അവരിങ്ങോട്ട് മാറി താമസിക്കാൻ വരുന്നത്, ഇങ്ങോട്ട് വരുന്നത് ഒറ്റയ്ക്കാണോ ഫാമിലിയുടെ കൂടെയാണോ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പാരഗ്രാഫ് വെച്ചിട്ട് മനസ്സിലാക്കാം. മെനി ഓഫ് ദ ഗസ്റ്റ് വർക്കേഴ്സ് മൈഗ്രേറ്റ് ടു കേരള വിത്ത് ദെയർ ഫാമിലീസ്. മിക്ക ആൾക്കാരും ഫാമിലീസിനൊപ്പമാണ് വരുന്നത്. വേർ ആർ ദ ചിൽഡ്രൻ ഓഫ് ദീസ് ഗസ്റ്റ് വർക്കേഴ്സ് റിസീവിങ് എഡ്യൂക്കേഷൻ. ഈ ഗസ്റ്റ് വർക്കേഴ്സിൻ്റെ ഒക്കെ മക്കൾക്ക് എവിടെ നിന്നാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നത്? പബ്ലിക് സ്കൂൾസ് ഇൻ കേരളയിൽ നിന്നാണല്ലേ. ദ ചിൽഡ്രൻ ഓഫ് ദീസ് ഗസ്റ്റ് വർക്കേഴ്സ് are receiving education in public schools in Kerala. Okay, what is special about Chameli's situation in Kerala? ചമേലിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ എന്താണ് പ്രത്യേകത വരുന്നത്? ചമേലി ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണ്. ചമേലി ഈസ് വൺ ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ദ ഗസ്റ്റ് വർക്കേഴ്സ് സ്റ്റഡിങ് ഇൻ കേരള അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ കുട്ടികൾ വളരെ കുറവായിരിക്കും കാണാൻ. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായി തന്നെ വരില്ല. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. ഹൗ ഡസ് ചമേലി അഡ്രസ് ഹർ പേരൻസ്. ചമേലി അവളുടെ പേരൻസിനെ എന്താണ് വിളിക്കുന്നത്? ഹൗ ഡസ് ചമേലി അഡ്രസ് ഹർ പേരൻസ്. ചമേലി പേരൻസിനെ എന്താണ് വിളിക്കുന്നത്? അമ്മയെ മാ എന്നും അച്ഛനെ പാപ്പ എന്നുമാണ് വിളിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. വേറെ വേറെ വീടുകളിൽ നിന്നും വേറെ വേറെ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നും വന്ന് ഈ കുട്ടികൾ എങ്ങനെയായിരിക്കും ഇത്ര നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് എന്താണ് ഉത്തരമായിട്ട് എഴുതാൻ പറ്റുക? ദീസ് ഫ്രണ്ട്സ് ബിക്കെയിം ക്ലോസ് ബിക്കോസ് ദേ ലൈക്ക് സ്പെൻഡിങ് ടൈം ടുഗെദർ ആൻഡ് ഹെൽപ്പിംഗ് ഈച്ച് അതർ. ഒരു കാരണം എന്താണ്? അവർക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഇഷ്ടമാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഈവൻ ദോ ദേ കെയിം ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ് ദേ ഹാഡ് തിങ്സ് ഇൻ കോമൺ ആൻഡ് ഫേസ് ചാലഞ്ചസ് ടുഗെദർ.
വേറെ വേറെ വീടുകളിൽ നിന്ന് വന്നതാണെങ്കിലും നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തമ്മിൽ വളരെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരേ സിനിമയായിരിക്കും ഇഷ്ടം, ഒരേ നടനെയായിരിക്കും ഇഷ്ടം, ഒരേ ഹോബി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമായിരിക്കും, ഒരേ സബ്ജക്റ്റ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ. പിന്നെ സ്കൂളിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പല പല ചാലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടാവും. എക്സാമൊക്കെ വരുമ്പോൾ, ഹോംവർക്കൊക്കെ തരുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഓരോന്നും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആവും അല്ലേ ഫ്രണ്ട്സായിട്ട്. പിന്നെന്താ, ദേ ട്രസ്റ്റഡ് ഈച്ച് അതർ ആൻഡ് വേ കൈൻഡ് ടു വൺ അതർ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ അവർ കൈൻഡായിരുന്നു. ഈവൻ ദോ ദേ വർ ഡിഫറെൻറ്റ് ദേ അണ്ടർസ്റ്റുഡ് ആൻഡ് ആക്സെപ്റ്റഡ് ഈച്ച് അതർ. നമ്മൾ വേറെ വേറെ വീട്ടിൽ നിന്ന് വരുന്നതാണ്, നമ്മൾ തമ്മിൽ പല മാറ്റങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരത് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെയർ ഫ്രണ്ട്ഷിപ്പ് ഷോസ് ദാറ്റ് ബീങ് നൈസ് ആൻഡ് സപ്പോർട്ടീവ് ക്യാൻ മേക്ക് യു ഫ്രണ്ട്സ് നോ മാറ്റർ വെയർ യു കം ഫ്രം. ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ നന്നായിട്ടൊരു ആളോട് പെരുമാറിയാലോ, സപ്പോർട്ടീവായിട്ട് ഒരാളോട് പെരുമാറി കഴിഞ്ഞാലോ, നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നവരായാലും അവരുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ പറ്റും. ഓക്കെ. Next question, why would have Vicky and Appu said two different opinions about the same city? അപ്പോൾ സിറ്റി അല്ല, ഗ്രാമത്തിനെ കുറിച്ച് വിക്കി അപ്പും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതെന്തുകൊണ്ടാവാം? Vicky and Appu likely expressed different opinions about the same city because they have different preferences, perspectives and experiences. ഇവർക്ക് വ്യത്യസ്തമായ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇവർ ഒരേ ഗ്രാമത്തിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വിക്കിയുടെ ഒപ്പീനിയൻ എന്താ? വിക്കി മൈ പ്രിഫർ ദ സിറ്റി ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് മോർ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ലൈക്ക് ഗുഡ് നെറ്റ്വർക്ക് കവറേജ്, വൈഫൈ കണക്ടിവിറ്റി ആൻഡ് ആക്സസ് ടു വേരിയസ് ഗെയിം. അപ്പോൾ വിക്കി സിറ്റി ലൈഫ് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാവാം? അവിടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്വന്തം രസിക്കാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്, എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് കൂടുതലാണ്, അവിടെ നല്ല റേഞ്ച് ഉണ്ടാവും, അവിടെ വൈഫൈ ഉണ്ടാവും, പിന്നെ കുറേ ഗെയിംസ് ഒക്കെ കളിക്കാൻ കിട്ടും. ഹി മൈറ്റ് എൻജോയ് ദ ഹസൽ ആൻഡ് ബസൽ ഓഫ് സിറ്റി ലൈഫ്. അപ്പോൾ സിറ്റി ലൈഫ് കൂടുതൽ തിരക്ക് പിടിച്ച് തിരക്കിയ ഒരു ജീവിതമാണ്, അത് വിക്കിക്ക് ഇഷ്ടമാവും. ദ കൺവീനിയൻസ് ഓഫ് മോഡേൺ ഫെസിലിറ്റീസ്. കൺവീനിയൻസ് എന്ന് വെച്ചാൽ ഒരു സൗകര്യം കൂടുതലാണ് അല്ലേ, സിറ്റിയിൽ കുറേ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ആൻഡ് ദ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് അവൈലബിൾ. സിറ്റിയിൽ ചെയ്യാൻ കാര്യങ്ങൾ കൂടുതലാണ്. ഇതൊക്കെ കൊണ്ടാണ് വിക്കിക്ക് ഈ ഒരു ഒപ്പീനിയൻ വരാനുള്ള കാരണം. ഓൺ ദി അതർ ഹാൻഡ് അപ്പു മൈറ്റ് ഫൈൻഡ് ദ കൺട്രി സൈഡ്. ഇനി കൺട്രി സൈഡ് എന്ന് പറയണ്ട, നമുക്ക് വില്ലേജ് എന്ന് പറയാമല്ലേ, ഇവിടെ പീലീസ് വില്ലേജ് അല്ലേ, മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് യുണീക്ക് എക്സ്പീരിയൻസസ്. യുണീക്ക് എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകതയുള്ള എക്സ്പീരിയൻസസ്, അനുഭവങ്ങളാണ് ലഭിക്കുന്നത്. പിന്നെന്താ, ഒരു ബ്രേക്ക് ഫ്രം ദ നോയ്സ് ആൻഡ് ഫാസ്റ്റ് പേസ് ഓഫ് ദ സിറ്റി. ഈ ഒരു സിറ്റിയിലെ ഒച്ചപ്പാടിൽ നിന്നും ഈ തിരക്കിയിട്ടുള്ള ജീവിതത്തിൽ നിന്നും ഒക്കെ ഒരു ചെറിയ ബ്രേക്കാണ്, ഒരു വെക്കേഷനാണ് കിട്ടുന്നത് ഗ്രാമത്തിലോട്ട് വരുമ്പോൾ. പിന്നെന്താ, ഹി മൈറ്റ് അപ്രീഷിയേറ്റ് ദ പീസ്ഫുൾ എൻവയോൺമെൻറ്റ്. അപ്പോൾ അപ്പൂന് ഇവിടുത്തെ ആ ശാന്തമായ ഒരു അന്തരീക്ഷവും നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി ഭംഗിയും അവിടുത്തെ ആൾക്കാരുടെ സിമ്പിളായിട്ടുള്ള ജീവിതത്തിനെയൊക്കെ നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുമാണ് അപ്പൂക്ക് ഈ ഒരു ഒപ്പീനിയൻ വന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിലോട്ട് ഇനിയും ആഡ് ചെയ്ത് എഴുതാം, പക്ഷേ ഇതൊരു ബേസാണ്. ഇനി വീക്ക്ലി മാർക്കറ്റിന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു ക്വസ്റ്റൻ ആണ്, വില്ലേജേഴ്സ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. ദർ ആർ വീക്ക്ലി, റെഗുലർ ആൻഡ് ഈവനിംഗ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, റൈറ്റ്? വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്, ഒബ്സർവ് ദി ആക്ടിവിറ്റീസ് ദെയർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെഴുതാം? വീക്ക്ലി മാർക്കറ്റ്സ് ആർ കോമൺ ഫീച്ചർ ഇൻ മെനി വില്ലേജസ് വെയർ വില്ലേജേഴ്സ് ഗ്യാദർ ടു ബൈ ആൻഡ് സെൽ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അപ്പോൾ വീക്ക്ലി മാർക്കറ്റ്സ് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് വില്ലേജസിലൊക്കെ, ഗ്രാമത്തിലൊക്കെ. അവിടെ എന്തിനാണ് വരുന്നത്? സാധനങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനും വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത്. മുഴുവനായിട്ടും നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളായിരിക്കും ഇവർ വീക്ക്ലി മാർക്കറ്റ്സിൽ വെക്കുന്നത്. ഓക്കെ, നാട്ടിലെ പാടങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ധാന്യങ്ങളും നട്ടു വളർത്തിയ വെജിറ്റബിൾസ് ഒക്കെ ആയിരിക്കും വെക്കുന്നത്. ദീസ് മാർക്കറ്റ് സെർവ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ഹബ് ഫോർ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ നാട്ടിലെ ആൾക്കാർക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടമാണ് ഈ ഒരു വീക്ക്ലി മാർക്കറ്റ്. പിന്നെന്താ, ഫെസിലിറ്റേറ്റിംഗ് ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഫെസിലിറ്റേറ്റിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ ബിസിനസ് കൊണ്ടുപോകാനും ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും, ഇല്ലാത്തവർക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഈ വീക്ക്ലി മാർക്കറ്റ്സ് യൂസ്ഫുള്ളാണ്. പിന്നെന്താ, വേരിയസ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആർ അവൈലബിൾ അറ്റ് ദ മാർക്കറ്റ് ഇൻക്ലൂഡിംഗ് ഫ്രഷ് പ്രൊഡ്യൂസ്, ഗ്രെയിൻസ്, സ്പൈസസ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്, ക്ലോതിങ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്. അപ്പോൾ മിക്കവാറും ഇങ്ങനത്തെ വീക്ക്ലി വില്ലേജസിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുണ്ടാക്കിയ സാധനങ്ങൾ, ഫുഡാവാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആവാം, പിന്നെ ഗ്രെയിൻസ്, ധാന്യങ്ങളാവാം, സ്പൈസസ് ആവാം. സ്പൈസസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ മസാലകളല്ലേ, ഈ ഗ്രാമ്പൂ, പെപ്പർ,
ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് സ്പൈസസിന് അണ്ടറിൽ. ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്, കൈകൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റ്സ് ആവാം, തുണികളാവാം, ക്ലോത്തിങ് ആവാം, പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, വീട്ടിലേക്കുള്ള പാത്രങ്ങളും ചട്ടികളൊക്കെ ആവാം. ഓക്കെ. ഫാമേഴ്സ് ബ്രിങ് ദ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ടു സെൽ അറ്റ് ദ മാർക്കറ്റ്. കൃഷിക്കാരാണെങ്കിലോ തൻ്റെ വീട്ടിലുണ്ടാക്കിയ അല്ലെങ്കിൽ പാടത്തുണ്ടാക്കിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാല്, മുട്ട, പിന്നെ പനീർ, തൈര് എന്നീ സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാൻ പറ്റും. ലോക്കൽ ആർട്ടിസൻസ് ഡിസ്പ്ലേ ദർ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് സച്ച് എസ് പോട്ടറി, ടെക്സ്റ്റൈൽസ് ആൻഡ് ജ്വല്ലറി. അപ്പോൾ നാട്ടിൽ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളും, ആർട്ടിസൻസ് എന്ന് പറയുമ്പോൾ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ, അവർ കൈകൊണ്ട് നിർമ്മിച്ച പോട്ട്സും ടെക്സ്റ്റൈൽസ്, തുണികളും പിന്നെ ജ്വല്ലറിയും ഒക്കെ കൊണ്ടുവന്ന് വെക്കും. ദ മാർക്കറ്റ് അറ്റ്മോസ്ഫിയർ ഇസ് വൈബ്രൻറ്റ് ആൻഡ് ബസ്ലിംഗ്. വൈബ്രൻ്റ് എന്ന് വെച്ചാൽ എന്താ, കളർഫുൾ. ഇത്രയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ മാർക്കറ്റ് ഭയങ്കര കളർഫുൾ ആവും. ബസ്ലിംഗ് എന്ന് വെച്ചാൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ. വിത്ത് വെൻഡേഴ്സ് കോളിംഗ് ഔട്ട് ദെയർ പ്രൈസസ് ആൻഡ് കസ്റ്റമേഴ്സ് ബാർഗെയിനിങ് ഫോർ ദ ബെസ്റ്റ് ഡീൽസ്. അവിടെ പിന്നെന്താ ഉണ്ടാവുക, വെൻഡേഴ്സ് എന്ന് വെച്ചാൽ കടക്കാർ. അവർ ഒച്ചത്തിൽ അവരുടെ പൈസ വിളിച്ച് പറയുന്നുണ്ടാവും. നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിലോ ബാർഗെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലേ, വില ഭീഷുന്നുണ്ടാവും നല്ല വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനത്തെ പോയിൻ്റ് എന്താ, ബിസൈഡ്സ് എക്കണോമിക് ട്രാൻസാക്ഷൻസ്, പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായ നേട്ടമല്ലാതെ തന്നെ ദ മാർക്കറ്റ് ഓൾസോ സെർവ്സ് ആസ് എ സോഷ്യൽ ഗ്യാതറിംഗ് പ്ലേസ്. ഈ മാർക്കറ്റ് എല്ലാവർക്കും ഒന്ന് കൂടിച്ചേരാനും കണ്ടുമുട്ടാനും കൂടിയുള്ളൊരു സൗകര്യം ഒരുക്കുകയാണല്ലേ. വെയർ വില്ലേജേഴ്സ് മീറ്റ്, ചാറ്റ് ആൻഡ് ക്യാച്ച് അപ്പ് വിത്ത് ഈച്ച് അതർ. അവർ കണ്ടുമുട്ടിയും സംസാരിച്ചും അവരുടെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ വില്ലേജ് മാർക്കറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് വില്ലേജ് മാർക്കറ്റിനെ കുറിച്ച് എഴുതാൻ പറ്റുന്ന കാര്യം. ഇനി അവിടെ ഒബ്സർവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താ എഴുതുക, ഫാമേഴ്സ് സെറ്റിംഗ് അപ്പ് സ്റ്റോൾസ് ആൻഡ് ഡിസ്പ്ലേയിങ് ദ പ്രൊഡ്യൂസ്. ഈ കൃഷിക്കാരൊക്കെ അവരുടെ കടകൾ കെട്ടുന്നതും അവരുടെ സാധനങ്ങളൊക്കെ നിരത്തി വെക്കുന്നതും ഒക്കെ കാണാം. വെൻഡേഴ്സ് സെല്ലിംഗ് വേരിയസ് ഗുഡ്സ് സച്ച് എസ് ഗ്രെയിൻസ്, സ്പൈസസ്, യൂട്ടൻസിൽസ് ആൻഡ് ക്ലോത്തിങ്. കടക്കാർ പല പല സാധനങ്ങൾ വിൽക്കുന്നത് കാണാം. ധാന്യങ്ങളും സ്പൈസസും പാത്രങ്ങളും തുണികളൊക്കെ വിൽക്കുന്നത് കാണാം. കസ്റ്റമേഴ്സ് ബ്രൗസിങ് ത്രൂ ദ സ്റ്റോൾസ്, എക്സാമിനിങ് പ്രൊഡക്ട്സ് ആൻഡ് ബാർഗെയിനിങ് വിത്ത് സെല്ലേഴ്സ്. പിന്നെന്താ, വാങ്ങാൻ പോകുന്നത് ഇങ്ങനെ ഓരോ കടകളും കയറി ഇറങ്ങി നോക്കി നടക്കുന്നതും സാധനങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ നല്ലതാണോ എന്നൊക്കെ നോക്കുന്നതും പിന്നെ ഇതിൻ്റെ വില പേശുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്താ കാണുക, ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ഇൻക്ലൂഡിങ് നെഗോഷിയേഷൻ ഓഫ് പ്രൈസസ് ആൻഡ് ഫ്രണ്ട്ലി കോൺവെർസേഷൻസ്. കടക്കാരനും വാങ്ങാൻ വന്ന ആളും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾക്ക് കാണാം. അവിടെ എന്താണ്, മിക്കവാറും വില വീശൽ. അയാൾ പറയില്ല എനിക്ക് 100 വേണം, അപ്പോൾ കടക്കാരൻ പറയും അയ്യോ 120 തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വില വീശൽ കേൾക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് സുഖമാണോ, കുറേ ആയില്ലേ കണ്ടിട്ട്, അങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ. പിന്നെന്താ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ത്രൂ ദ മാർക്കറ്റ്. പിന്നെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നതും സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിൽഡ്രൻ റണ്ണിങ് അറൗണ്ട് പ്ലേയിങ് ഗെയിംസ് ആർ ഹെൽപ്പിംഗ് ദ ഫാമിലീസ് അറ്റ് സ്റ്റോൾസ്. കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുന്നതും ഗെയിംസ് കളിക്കുന്നതും അല്ലെങ്കിൽ ഫാമിലീനെ സഹായിക്കുന്നതും ഇങ്ങനെ പാക്കറ്റൊക്കെ പിടിക്കാൻ സഹായിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെന്താ കാണാം, എൽഡേഴ്സ് സിറ്റിംഗ് ടുഗെദർ ഡിസ്കസിങ് ലോക്കൽ ന്യൂസ് ആൻഡ് എൻജോയിങ് സ്നാക്സ് ഓർ ടീ ഫ്രം നിയർ ബൈ ഫുഡ് സ്റ്റോൾസ്. അപ്പോൾ കുഞ്ഞു തട്ടുകടൊക്കെ ഉണ്ടെങ്കിൽ വയസ്സായ ആൾക്കാരും ലൈക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ചായയും കടിയൊക്കെ കഴിച്ചുകൊണ്ട് നാട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഓവറോൾ എ ലൈവ്ലി ആൻഡ് ബസ്ലിംഗ് അറ്റ്മോസ്ഫിയർ ഫിൽഡ് വിത്ത് സൈറ്റ്, സൗണ്ട്സ് ആൻഡ് സ്മെൽസ് ഓഫ് ദ മാർക്കറ്റ്. മൊത്തത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈവ്ലി ആയിട്ട് വളരെ ഹാപ്പി ചെയർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒച്ചപ്പാടും ബഹളവും കുറേ കാഴ്ചകളും കുറേ ശബ്ദങ്ങളും കുറേ ഫുഡിൻ്റെ ഒക്കെ മണങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ല മാർക്കറ്റാണ്. ഇതാണ് നമുക്ക് ആക്ടിവിറ്റീസ് ഒബ്സർവ്ഡിൽ എഴുതാൻ പറ്റുക. ഓക്കെ, ഇനിയുള്ളതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് ദ ട്രിപ്പ് ടു പീലീസ് വില്ലേജ് ചേഞ്ച് ദെയർ പ്രീ കൺസീവ്ഡ് നോഷൻസ്? അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒരു മുൻധാരണകൾ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പീലിയുടെ ഗ്രാമത്തിൽ പോയതിന് ശേഷം ഈ മുൻധാരണകളൊക്കെ എങ്ങനെയാണ് മാറിയത്, ഓരോ കുട്ടിക്കും എങ്ങനെയാണ് മാറിയത്? നമുക്ക് എന്തെഴുതാം, വിക്കീസ് ഇനീഷ്യൽ ബിലീഫ് ദാറ്റ് ഹാപ്പിനെസ് കുഡ് ഓൺലി ബി ഫൗണ്ട് ഇൻ ദ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ വലിയ മോഡേൺ ആയിട്ടുള്ള സിറ്റിയിൽ മാത്രമേ സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ വിക്കിക്ക് മാറിക്കിട്ടി. ഹി റിയലൈസ്ഡ് ദാറ്റ്, അല്ല കേട്ടോ, He realized that happiness is not dependent on material possessions or modern amenities. വിക്കിക്ക് എന്താണ് മനസ്സിലാവുന്നത്, സന്തോഷം നിൽക്കുന്നത് ഈ മെറ്റീരിയൽ സാധനങ്ങളിലൊന്നുമല്ല, അല്ലെങ്കിൽ വലിയ വലിയ ടി വിയോ വലിയ കുറേ ഗെയിംസോ വീഡിയോ ഗെയിംസോ ഒന്നും ഉണ്ടാവുന്നതിലല്ല സന്തോഷം
സന്തോഷം എല്ലാത്തിലും കണ്ടെത്താൻ പറ്റുമെന്ന് വിക്കിക്ക് മനസ്സിലായി. അപ്പുയുടെ കേസാണെങ്കിലോ, അപ്പു അഗ്രീസ് ദാറ്റ് ഹി ഇനീഷ്യലി ഷെയർഡ് വിക്കീസ് പെർസ്പെക്റ്റീവ്. അത് വിക്കിയുടെ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ആദ്യം തുടക്കത്തിൽ അപ്പുവും ഷെയർ ചെയ്തിരുന്നത്. ബിലീവിങ് ദാറ്റ് ഹാപ്പിനെസ് വാസ് ഓൺലി അറ്റൈനബിൾ ഇൻ സർട്ടൻ എൻവയോൺമെൻറ്റ്സ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ, ചിലയിടങ്ങളിൽ മാത്രമേ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ അപ്പുവിനും ഉണ്ടായിരുന്നു. ഹവെവർ ഹി കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹാപ്പിനെസ് എക്സിസ്റ്റ് എവ്രിവെയർ. അപ്പുക്ക് എന്താണ് മനസ്സിലായി? എല്ലായിടത്തും സന്തോഷം ഉണ്ടെന്ന് അപ്പുവിനും മനസ്സിലാക്കാൻ പറ്റി, ഇൻക്ലൂഡിങ് ഇൻ ദെയർ ഓൺ എക്സ്പീരിയൻസസ് ഇൻ പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമത്തിൽ പോയതിന് ശേഷം അവർക്കുണ്ടായ സന്തോഷം കാരണമാണ് അപ്പുവിന് മനസ്സിലാവുന്നത് എന്ത്? എല്ലായിടത്തും സന്തോഷം കിട്ടുമെന്ന്. ചമേലിയസ് ഫിയർ ഓഫ് ബീങ് സീൻ ആസ് ആൻ ഔട്ട്സൈഡർ ബൈ അതേഴ്സ് ഹാസ് ചേഞ്ച്ഡ്. എന്നെ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് ആൾക്കാർ മാറ്റി നിർത്തുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചമേലിയുടെ നിന്ന് മാറി. ഷീ ഫൗണ്ട് ആക്സെപ്റ്റൻസ് ആൻഡ് ഇൻക്ലൂഷൻ വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓഫ് പീലീസ് വില്ലേജ്. ചമേലിയെ പീലിയുടെ ഗ്രാമത്തിലെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു, ഉൾപ്പെടുത്തി അല്ലേ. അപ്പോൾ അത് ചമേലിക്ക് ഒരു വലിയ മാറ്റമായിട്ടാണ് തോന്നിയത്. ചമേലിയുടെ അകത്തുള്ള ഇനീഷ്യൽ ഫിയേഴ്സ് ആൻഡ് അസംഷൻസ്, ആ ഒരു പേടിയും ആ ഒരു ധാരണകളൊക്കെ മാറിക്കിട്ടി. നീനുയുടെ കേസാണെങ്കിലോ, നീനു എക്സ്പ്രസ്സസ് സർപ്രൈസ് അറ്റ് ഹർ എബിലിറ്റി ടു എക്സ്പീരിയൻസ് ന്യൂ സൈറ്റ്സ് ആൻഡ് ഫൈൻഡ് എൻജോയ്മെൻറ്റ് ഇൻ അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ്. അപ്പോൾ നീനുക്ക് എന്താണ് അത്ഭുതമാണ് തോന്നുന്നത്, എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? നീനുവിന് ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയും പുതിയൊരു സ്ഥലമൊക്കെയാണ്. ദിസ് സജസ്റ്റ് എ ഷിഫ്റ്റ് ഇൻ ഹർ മൈൻഡ് സെറ്റ്. നീനുവിനുണ്ടാവുന്നത് ഒരു മാനസികമായിട്ടുള്ളൊരു മാറ്റമാണ് അല്ലേ. അവളുടെ മനസ്സിലാണൊരു മാറ്റം വരുന്നത്. എന്താണ്? റിയലൈസിങ് ദ വാല്യൂ ഓഫ് എംബ്രേസിങ് ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് ബീങ് ഓപ്പൺ ടു ഡിഫറെൻറ്റ് വേസ്. അപ്പം പുതിയ പുതിയ അനുഭവങ്ങളും പിന്നെ നമ്മളെപ്പോഴും ഓപ്പൺ ആയിരിക്കണം അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം എന്ന് നീനുവിന് മനസ്സിലായി. ഇനി റൂറൽ ആൻഡ് ഏർബൻ ലൈഫ്. റൂറൽ എന്ന് പറയുമ്പം വില്ലേജ്, ഗ്രാമ ലൈഫും ഏർബൻ എന്ന് വെച്ചാൽ സിറ്റി ലൈഫ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണ് എഴുതാൻ പറ്റുക? ഏർബൻ ലൈഫ് മീൻസ് ലിവിങ് ഇൻ ബിഗ് സിറ്റീസ് വെയർ ദർ ആർ ലോട്ട്സ് ഓഫ് ബിൽഡിങ്സ്, ബിസി സ്ട്രീറ്റ്സ് ആൻഡ് മെനി പീപ്പിൾ. ഏർബൻ ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? വലിയ വലിയ സിറ്റിയിൽ ജീവിക്കുക, അവിടെ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടാവും, കുറേ ബിസി ആയിട്ടുള്ള സ്ട്രീറ്റ്സ് അല്ലേ, പിന്നെന്താ കുറേ ആൾക്കാരും ഉണ്ടാവും. In cities, you have access to many shops, schools and entertainment places like parks and movie theatres. സിറ്റീസിലൊക്കെ നിങ്ങൾക്ക് കുറേ കടകളുണ്ടാവും, കുറേ സ്കൂളുകളുണ്ടാവും, എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രസിക്കാനുള്ള പ്ലേസസ് ഉണ്ടാവും, പാർക്കും മൂവി തിയേറ്റേഴ്സൊക്കെ കാണാൻ പറ്റും. നേരെ മറിച്ച് റൂറൽ ലൈഫിലാണെങ്കിലോ, റൂറൽ ലൈഫ് മീൻസ് ലിവിങ് ഇൻ സ്മോൾ ടൗൺസ് ഓർ വില്ലേജസ് വെയർ ദെയർ ആർ ഫ്യൂവർ ബിൽഡിങ്സ് ആൻഡ് ഫ്യൂവർ പീപ്പിൾ. റൂറൽ ലൈഫിൽ എന്താ? കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും കുഞ്ഞി ടൗണിലൊക്കെ ജീവിക്കുക. അവിടെ കുറച്ച് ബിൽഡിങ്സും ഉണ്ടാവും, കുറച്ച് ആൾക്കാരും ഉണ്ടാവുള്ളൂ. ഇൻ റൂറൽ ഏരിയാസ് യു സീ മോർ ഫാംസ്. കൂടുതൽ നമുക്ക് കൃഷിയിടങ്ങളും ഫീൽഡ്, പാടങ്ങളും ആൻഡ് ഓപ്പൺ സ്പേസസ്, തുറന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ റൂറൽ ഏരിയയിൽ കാണാൻ പറ്റുന്നത്. പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ് ഓഫൻ നോ ഈച്ച് അതർ വെൽ ആൻഡ് മേ ഹാവ് ക്ലോസർ റിലേഷൻഷിപ്പ് വിത്ത് ദർ നെയ്ബേഴ്സ്. അപ്പം നാട്ടിലൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സിറ്റിയിൽ അങ്ങനെയൊന്നുമല്ല, തൊട്ടടുത്ത ഫ്ലാറ്റിൽ നെയ്ബറിനെ പോലും അറിയണം എന്നില്ല. പക്ഷേ നാട്ടിൽ അങ്ങനെയല്ല, എല്ലാവരും നെയ്ബേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഇനി ലാസ്റ്റാണ് ഡിഫറൻസ് ഇൻ വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് എഴുതാം. എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? വില്ലേജ് ലൈഫ് ഓഫൻ ഓഫേഴ്സ് ക്ലീനർ എയർ, ക്ലോസർ ടു നേച്ചർ ആൻഡ് ക്വയറ്റർ അറ്റ്മോസ്ഫിയർ കമ്പയർഡ് ടു ദ ഹസിൽ ആൻഡ് ബസിൽ ഓഫ് ദ സിറ്റി ലൈഫ്. വില്ലേജ് ലൈഫിൽ എന്താണ്? ക്ലീൻ ആയിട്ടുള്ള എയർ ഉണ്ട്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതാണ്, പിന്നെ കുറച്ചുകൂടെ ശാന്തതയുണ്ട്. നേരെ മറിച്ച് സിറ്റി ലൈഫ് എന്താ? ഹസിൽ ആൻഡ് ബസിലാണ് അല്ലേ, വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? കമ്മ്യൂണിറ്റി ആൻഡ് റിലേഷൻഷിപ്സ്. കമ്മ്യൂണിറ്റി ആൻഡ് റിലേഷൻഷിപ്സിൽ വില്ലേജസ് ഓഫൻ ഹാവ് ക്ലോസ് കമ്മ്യൂണിറ്റീസ് വെയർ പീപ്പിൾ നോ ഈച്ച് അതർ വെൽ ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. വില്ലേജിലാണെങ്കിൽ ആൾക്കാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അറിയുന്നുണ്ടാവും, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും. This sense of belonging and community can lead to stronger social connections and greater sense of security. അപ്പോൾ നമുക്ക് നാട്ടുകാരോട് ഇങ്ങനെ ഒത്തൊരുമയോടൊക്കെ ജീവിക്കും, നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് തോന്നും അല്ലേ ആ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റാണ് കോസ്റ്റ് ഓഫ് ലിവിങ്, ജീവിക്കാനുള്ള പൈസ. ജനറലി ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ വില്ലേജസ് ഇസ് ലോവർ ദാൻ ഇൻ സിറ്റീസ്. ഗ്രാമത്തിൽ ജീവിക്കാനുള്ള ചിലവ് സിറ്റിയിൽ ജീവിക്കാനുള്ള ചിലവിനേക്കാളും വളരെ കുറവാണ്. ഹൗസിംഗ്, ഗ്രോസറീസ് ആൻഡ് അതർ എസെൻഷ്യൽസ് മേ ബി മോർ അഫോർഡബിൾ ഇൻ റൂറൽ ഏരിയാസ്. താമസിക്കാനുള്ള ഇടവും പച്ചക്കറിയും മറ്റ് സാധനങ്ങളുടെ ഒക്കെ വില സിറ്റീനെ വെച്ച് നോക്കുമ്പോൾ വില്ലേജിൽ കുറവാണ്. allowing residents to save money or live more comfortably on a lower income. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ പൈസ കുറച്ച് കുറവാണെങ്കിൽ പോലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ
വില്ലേജിലാണ് സുഖം. കുറച്ചുകൂടെ പൈസ സേവ് ചെയ്യാൻ പറ്റും, കാരണം വില കുറച്ച് കുറവാണ് സിറ്റി വെച്ച് നോക്കുമ്പോൾ. നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് മാറുന്നത്? വില്ലേജ് ലൈഫ് സ്റ്റൈൽ സിമ്പിളാണ്. ദേ ഗ്രോ ദെയർ ഓൺ ഫുഡ്, എൻജോയ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആൻഡ് ഹാവ് മോർ സ്പേസ് ടു റോം. അവർ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, പുറത്തെ കാര്യങ്ങൾ കൂടുതൽ ഇടപെടുന്നുണ്ട്. പിന്നെന്താ, അവർക്ക് കുറേ കറങ്ങി നടക്കാനൊക്കെ കുറേ സ്ഥലങ്ങളും ഉണ്ട്. പിന്നെന്താ, ആക്സസ് ടു സർവീസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സിറ്റീസ് ഓഫർ എ വൈഡർ റേഞ്ച് ഓഫ് ഫെസിലിറ്റീസ്, സർവീസസ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം സിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ കുറേ ഫെസിലിറ്റീസ് കൂടുതലാണ്. അവിടെ നമുക്ക് എന്താവശ്യത്തിനും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. പിന്നെ ജോലി സാധ്യതകളും അവിടെ കൂടുതലാണ് കമ്പയർഡ് ടു വില്ലേജസ് അല്ലേ. ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, കൾച്ചറൽ ഇവൻറ്റ്സ് ആൻഡ് കരിയർ അഡ്വാൻസ്മെൻറ്റ് മേ ബി ഈസിയർ ഇൻ urban ഏരിയാസ്. സിറ്റിയിൽ ജീവിക്കേണ്ടതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നല്ല ഹെൽത്ത് കെയർ, നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും, നല്ല വിദ്യാഭ്യാസം കിട്ടാനും, കുറേ പരിപാടികളൊക്കെ പങ്കെടുക്കാനും, പിന്നെ നമ്മുടെ ജോലിക്കും കൂടെ പെട്ടെന്നൊരു നല്ല നിലയിലെത്താനൊക്കെ ആണ് ആൾക്കാർ കൂടുതലും സിറ്റിയിലോട്ട് മാറി ജീവിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. അവസാനത്തെ പോയിൻ്റ് എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺവീനിയൻസ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്? നല്ല ഡെസ്ക്, ബെഞ്ച്, ബോർഡ്, സ്മാർട്ട് ബോർഡൊക്കെ, ഇതൊക്കെ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. കൺവീനിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം. സിറ്റീസ് യൂഷ്വലി ഹാവ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്സ്, യൂട്ടിലിറ്റീസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. അപ്പോൾ സിറ്റിയിൽ എന്താ, കൂടുതൽ ബസ്സും കൂടുതൽ ടാക്സിയൊക്കെ ഉണ്ടാവും. പിന്നെന്താ, പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും. പിന്നെ അവിടെ എന്ത് വേണമെങ്കിലും പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റും. പിന്നെ ടെക്നോളജി വൈസും സിറ്റി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണല്ലേ. ദിസ് ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ കൺവീനിയൻസ് ആൻഡ് എഫിഷ്യൻസി ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സിറ്റി ലൈഫിനെയും വില്ലേജ് ലൈഫിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നോട്ട്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ നോട്ട്സിൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലായിട്ട് കൊടുക്കാം. ഓക്കെ, ബൈ.